നമസ്കാരം. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് കോട്ടയത്തുള്ളൊരു 4ാം ക്ലാസ്സുകാരിയായ കുട്ടി കർഷകയെ കാണാൻ വേണ്ടിയാണ്. കാരണം നമ്മുടെ യുവതലമുറകളെല്ലാം ഫോണിലും എല്ലാം മാറിപ്പോകുമ്പോൾ ഈ ഒരു കൊച്ചുകുട്ടി മാതൃകയായി മാറുകയാണ്. 4ാം ക്ലാസ്സുകാരിയായ ഈ ഒരു കൊച്ചുകുട്ടി നമ്മുടെ കോട്ടയംകാരിയാണ്. എന്തായാലും എല്ലാവർക്കും അഭിമാനമായി മാറുകയാണ്. കർഷക ക്ഷേമ വകുപ്പിൻ്റെ ഈ വർഷത്തെ കുട്ടി കർഷകയ്ക്കുള്ള അവാർഡ് നേടിയിരിക്കുകയാണ് ഈ കുട്ടി കർഷക. എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് എല്ലാം മേരി ജോണിനോട് തന്നെ ചോദിച്ചറിയാം. ഇതിപ്പോ എത്ര നാളായി മോളെ ഈ കൃഷിയും ബാക്കി കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട്? ഒരു മാസം. കൊച്ചിന് 1ാം ക്ലാസ് തൊട്ട് താല്പര്യമായിരുന്നു നടാനായിട്ട്. ആദ്യം മണ്ണത്ത് കളിക്കുമ്പോൾ നമ്മൾ വഴക്ക് പറയുമായിരുന്നു. പിന്നെ ഇപ്പം അവർക്ക് കൃഷിയോട് ഭയങ്കര താല്പര്യം തോന്നി. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്നുള്ള ഇത് നമ്മൾ സംഭവിച്ചു. കൃഷി ഭവനിൽ നിന്ന് സ്കൂളിലോട്ട് വിളിച്ച് പറഞ്ഞു ഒരു കുട്ടി കർഷകനായിട്ട് തിരഞ്ഞെടുക്കണം. അതിന് അപ്പം സാർ ഇങ്ങോട്ട് നമ്മൾ പറഞ്ഞു എല്ലാ മേരിയാണ് കുട്ടി കർഷകനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആയിക്കോട്ടെ. കഴിഞ്ഞ കൊല്ലം തിരഞ്ഞെടുക്കാനായിട്ട് ഇരുന്നപ്പോഴത്തേക്ക് അത് സാധിച്ചില്ല. അപ്പോൾ അന്ന് കഴിഞ്ഞ കൊല്ലം അന്നേരം അതുപോലെ അവൾ ഇവിടെ നട്ടുപിടിപ്പിച്ച് ഒരുപാട് പാവയ്ക്കായിട്ടും പയറുമായിട്ടൊക്കെ ഒരുപാട് ഉണ്ടായി. അത് സ്കൂളിൽ കൊണ്ട് കൊടുക്കുകയും അത് അവർക്ക് കറി വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്തു. ഈ കൊല്ലം അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം അതിനുള്ള വിത്തൊക്കെ അവിടുന്ന് തന്നു കൃഷിഭവനിൽ നിന്ന്. അത് ഞാനിവിടെ വളം ചാണകപ്പൊടിയും അതിൽ വളമെല്ലാം കൂട്ടി ഇളക്കി ഒരു ബാഗിനകത്ത് നിറച്ച് കൊടുത്തു. അവൾ കുഴി കുത്തി അതിനകത്ത് വെച്ച് അത്രയും പ്രായമാക്കി. അതുപോലെ സ്കൂളിൽ അവർ ടീച്ചർമാരും എല്ലാവരും കൂടി സഹായിച്ച് അവർ ടീച്ചർമാരൊക്കെ നല്ല സപ്പോർട്ടാണ് അവർക്ക്. അത് കഴിഞ്ഞ കൊല്ലം അതുപോലെ പച്ചക്കറി ഇഷ്ടം പോലെ പച്ചക്കറി അവർ പറിച്ചു. അത് ഞാൻ അവിടെ ഇടയ്ക്ക് ഇരുന്ന് അത് നോക്കുകയും അതിന് വേണ്ടിയ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു. എല്ലാ വർഷവും ഉണ്ട്. എല്ലാ വർഷം സ്കൂളിൽ ചെയ്യുന്നുണ്ട്. ഓരോ പിന്തുണ അവിടെ സാർമാരും ടീച്ചർമാരും എല്ലാം നല്ല പിന്തുണയാണ്. ചെറുപ്പത്തിൽ തൊട്ടേ നമ്മൾ പച്ചക്കറിയൊക്കെ അരിയുമ്പോൾ അതിനകത്തെ വിത്ത് ഉണ്ടല്ലോ, പാവയ്ക്ക അങ്ങനെയുള്ളതിൻ്റെയൊക്കെ എടുത്തു അത് പൊട്ടോ ഒരു ആണെങ്കിലും അതെടുത്ത് മണ്ണിനകത്ത് അത് കിളുക്കുകയും ചെയ്യും. കഴിഞ്ഞ വർഷം നമ്മുടെ സ്കൂളിലെ ഒരു കൊച്ചിനെ ഞാൻ കുട്ടി കർഷകനായിട്ട് തിരഞ്ഞെടുത്തപ്പോൾ ഈ വർഷവും എൽനയുടെ ക്ലാസ് ടീച്ചറാണ് ഞാൻ. അപ്പം നമുക്ക് അഭിമാനം തോന്നും. സ്കൂളിലെ കൃഷിയിൽ അവർ നന്നായിട്ട് പങ്കെടുക്കും. വെള്ളം ഒഴിക്കാനും പിന്നെ കളയൊക്കെ ഞങ്ങൾ അധികം അങ്ങനെ പിള്ളേരല്ലേ, അതുകൊണ്ട് എന്നാലും ഒത്തിരി ചെയ്യുന്നുണ്ട്. ശലഭോദ്യാനത്തിൻ്റെ അവിടുന്ന് ഒരാൾ വന്ന് ഞങ്ങൾക്ക് ഈ ഇതിനെക്കുറിച്ചൊരു ഐഡിയ തന്നായി. കുറേ ബട്ടർഫ്ലൈസ് ഒക്കെ വരും കുട്ടികൾക്കത്. ഇവർക്ക് പഠിക്കാനാണെങ്കിലും എല്ലാം നല്ല ഹെൽപ്ഫുൾ അല്ലേ. അപ്പോൾ ആ ഒരു ഐഡിയയിൽ ചെയ്തതായത്. അഭിമാനകരമായിട്ടൊരു നിമിഷമാണ്. ഒത്തിരി സന്തോഷമുണ്ട്. വിജയപുരം പഞ്ചായത്തിൻ്റെ മേൽനോട്ടത്തിൽ ഇത്തരത്തിലൊരു സംരംഭം നടത്തിയതിൽ ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനമുണ്ട്. സ്കൂളിൻ്റെ എല്ലാവിധമായ അഭിനന്ദനങ്ങളും ഞങ്ങളുടെ കുട്ടി കർഷകയ്ക്ക് നൽകുകയാണ്.